Hello guys, welcome back to our video. So this is me, Blessy. And it's me, Aisha. നമ്മൾ ഇന്നൊരു പെർഫ്യൂം കളക്ഷൻ വി കെയിം വിത്ത് പെർഫ്യൂം കളക്ഷൻ വീഡിയോ. ഇതിൽ ആയിഷയുടെ പെർഫ്യൂംസും ഉണ്ട്, എന്റെ പെർഫ്യൂംസും ഉണ്ട്. സോ എല്ലാം കൂടി വെച്ച് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ല, നമ്മൾ കുറച്ചൊക്കെ നാട്ടിലേക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാം നമ്മുടെ യൂസിന് വേണ്ടി മേടിച്ചേക്കണയാണ്, അല്ലാതെ വേറെ ആർക്കും കൊടുക്കാനുള്ള പെർഫ്യൂംസ് ഒന്നും ഇല്ല. എല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചേക്കണയാണ്. നമ്മൾ മാറ്റി വെച്ച കുറെ പെർഫ്യൂംസ് ഉണ്ട്, അപ്പോൾ നമ്മളെല്ലാം എല്ലാത്തിന്റെയും കൂടി ഒരു റിവ്യൂ ഓരോന്ന് എടുത്തിട്ട് അതെങ്ങനെയാണ് ഇതിന്റെ നോട്ട്സ് ഒന്നും എനിക്ക് ഭയങ്കരമായിട്ട് പറയാനുണ്ട്. ആയിഷയ്ക്ക് വീണ്ടും അറിയാം, എനിക്ക് ഭയങ്കരമായിട്ടൊന്നും അറിഞ്ഞൂടാ. ആയിഷയുടെ അടുത്തൊക്കെ ചോദിച്ചാണ് ഞാൻ മേടിക്കണം. സോ ആയിഷ അറിയാത്തതൊക്കെ ആയിഷ പറഞ്ഞുതരും, എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഭയങ്കര പെർഫ്യൂം ഫാനാണ്. ഇങ്ങനെ നമ്മൾ കാണുന്നതിന് മുമ്പ് ഒരാളെ നോട്ടീസ് ചെയ്യുന്നതിന് മുമ്പ് സ്മെല്ല് വെച്ചിട്ട് നോട്ടീസ് ചെയ്യണമെന്നാണ് എന്റെ ഒരു മോട്ടോ. സോ എനിക്ക് എന്തോരം പെർഫ്യൂം മേടിച്ചാലും മതിയാവും. ഞാൻ ഭയങ്കര അഡിക്റ്റ് ഒന്നും അല്ലായിരുന്നു. ബട്ട് UK വന്ന ശേഷം എല്ലാവരും പെർഫ്യൂം യൂസ് ചെയ്യും. നമ്മൾ എവിടെ പോയാലും എല്ലാവർക്കും ഓരോ മണമുണ്ട്. നമ്മൾ ഓരോരുത്തരെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അവരുടെ മണം വെച്ചാണ്. പിന്നെ ആയിഷ ആണെങ്കിൽ ഏത് പെർഫ്യൂം കണ്ടാലും ആയിഷയ്ക്ക് വേണം. എനിക്കിങ്ങനെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എന്താ പറയാ, നമ്മളടുത്ത് പറയുന്ന ഒരാൾ കോംപ്ലിമെന്റ് ആണ് ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ നമുക്ക് വീണ്ടും ഓക്കെ ഇനി വേറെ പെർഫ്യൂം മേടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ഇങ്ങനെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അങ്ങനെ കുറെ മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. പറയാം അങ്ങനെ കുറെ റിവ്യൂ ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ഈ സ്മെല്ല് ചിലപ്പോൾ അടിപൊളിയായിരിക്കും. എന്തായാലും നമ്മുടെ വീട്ടിൽ വൈഷ്ണവ് ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്. അപ്പൊ വൈഷ്ണവിന് നല്ല നല്ല പെർഫ്യൂമിനെ പറ്റിയുള്ള ഒരു നോളജ് ഉണ്ട്. ദുബായിലായിരുന്നു, അപ്പൊ എനിക്ക് അത്യാവശ്യം അറബിക് പെർഫ്യൂംസ് നന്നായിട്ട് അറിയാം. നോട്ട്സ് ഭയങ്കരമായിട്ട് എന്താ പറയുക ലാസ്റ്റ് ചെയ്യുന്നല്ല 13 hours 14 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അവനിങ്ങനെ നോട്ട്സ് ഒക്കെ അറിയാം, മിഡിൽ നോട്ട് ഏതാണ്, ടോപ്പ് നോട്ട് ഏതാണ്, അങ്ങനെയൊക്കെ അറിയാം അവന്. സോ അവനും കുറെ സജഷൻസ് ഒക്കെ തന്ന് നമ്മള് മേടിച്ചിട്ടുള്ള പെർഫ്യൂംസ് ആണ് ഇതെല്ലാം. കുറച്ചൊക്കെ ഇതിനകത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരുപാട് റേറ്റിംഗ് ഒന്നല്ല, പക്ഷെ നമ്മളെല്ലാം കാണിച്ചു തരും. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ. നമ്മൾ പെർഫ്യൂം പറ്റി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്, പെർഫ്യൂംസിന്റെ 3 നോട്ട്സ് ആണുള്ളത്. ഫസ്റ്റ് ടോപ്പ് നോട്ട്, അതായത് നമ്മൾ അടിക്കുമ്പോൾ തന്നെയുള്ള ആ ആൽക്കഹോളിക് സ്മെല്ല് കഴിഞ്ഞ് വരുന്ന സ്മെല്ലാണ് ടോപ്പ് നോട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മിഡിൽ നോട്ട് ഉണ്ട്, അപ്പൊ അത് വേറെ സ്മെല്ലായിരിക്കും. ഇത് മൂന്ന് നോട്ട്സും ഡിഫറൻറ്റ് സ്മെല്ലായിരിക്കും. അതായത് അതൊന്ന് ഓക്സിഡൈസ് ഓക്സിഡൈസ് ചെയ്തിട്ടുള്ള നോട്ടാണ് അടുത്ത ഒന്ന് മിഡിൽ നോട്ട്. 3 hours to 4 hours കഴിഞ്ഞിട്ട് വരുന്നതാണ് മിഡിൽ നോട്ട്, എന്റെ ഊഹം ശരിയാണെങ്കിൽ. പിന്നെ വേറെ ലാസ്റ്റ് ഒരു നോട്ടുള്ളതാണ് എന്താ നല്ലോണം സെറ്റിൽ ആയി 10 hours 14 hours കഴിയുമ്പോൾ അതിന്റെ മൈൽഡ് സ്മെല്ല്. അപ്പോഴും ആ പെർഫ്യൂം അവിടെ ഉണ്ടാവും, വേറെ സ്മെല്ലായിരിക്കും, പക്ഷെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂംസ്. നമ്മൾ ബോഡി മിസ്റ്റ് ഒന്നും അങ്ങനെ ഇരിക്കത്തില്ല. ബോഡി ഫ്രഷ് ആയിട്ട് വെച്ചേക്കും, ഒരു സ്മെല്ലും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് വെച്ചേക്കാം. അടിക്കുമ്പോൾ സ്മെല്ല് കാണും. ഇത് നമ്മൾ നല്ല എക്സ്ട്രാ ഡി പെർഫ്യൂം ആ കാറ്റഗറിയിൽ വരുന്ന പെർഫ്യൂംസിനെ പറ്റിയാണ് പറയുന്നത്. മിക്കതും ഇതിൽ ലോങ് ലാസ്റ്റ് ഉണ്ടാവും, പക്ഷെ അതിനൊരു മാക്സിമം 7 to 8 hours ഒക്കെ ലാസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. പിന്നെ എക്സ്ട്രാ ഡി പെർഫ്യൂം ആണെങ്കിൽ 10 to 15 hours അല്ലെങ്കിൽ 20 hours ഒക്കെ വരെ ലാസ്റ്റിംഗ് കിട്ടും. അപ്പൊ എക്സ്ട്രാ ഡി പെർഫ്യൂം നോക്കിയിട്ട് മേടിക്കാൻ നോക്കാം, നിങ്ങൾക്ക് ഭയങ്കര ലാസ്റ്റിംഗ് ആണ് വേണ്ടെങ്കിൽ. മീൻസ് അതിൽ ഓയിൽ കണ്ടന്റ് കൂടുതലായിരിക്കും അല്ലേ, അതായത് പെർഫ്യൂം കണ്ടന്റ് കൂടുതലായിരിക്കും, ആൽക്കഹോളിനെക്കാട്ടും കൂടുതൽ പെർഫ്യൂം കണ്ടന്റ്. അത് മേടിച്ചാൽ നമുക്ക് ക്ലോത്ത്സിലാണെങ്കിൽ അല്ലെങ്കിൽ സ്കിന്നിലാണെങ്കിൽ ലാസ്റ്റ് ചെയ്യും അത്യാവശ്യം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഫസ്റ്റ് പെർഫ്യൂം ഏതാ? ഓക്കെ, ഫസ്റ്റ് എന്റെ ഫേവറേറ്റ് എക്ലെയർ. ഇത് ഞാൻ എനിക്കൊന്ന് വേറെ വീഡിയോ ഒക്കെ പറഞ്ഞു തോന്നി, ഞാൻ ഒരുപാട് കണ്ട് എനിക്ക് ആഗ്രഹം കണ്ട് മേടിച്ചാണ്. ഇത് ഒരു കാരമൽ വെനില അല്ല, കാരമൽ ഷുഗർ ബ്രൗൺ ഷുഗറിന്റെ ഒരു സ്മെല്ലാണ്. വാനില നോട്ട് ഉണ്ട്. എനിക്ക് മിഡിൽ അല്ലെങ്കിൽ ലാസ്റ്റ് നോട്ട് എന്താണ് കാരമൽ സ്മെല്ലാണ്. ശരിക്കും ആ കാരമൽ സ്മെല്ലാണ്. നമുക്ക് കുറെ നേരം അടിച്ച് കുറെ നേരം കഴിഞ്ഞാലും ആ സ്മെല്ലാണ്, കാരമൽ സ്മെല്ലാണ് ഇങ്ങനെ ഓവർ നിൽക്കുന്നത്. സോ ഇതെന്റെ ഭയങ്കര ഫേവറേറ്റ്. എനിക്ക് കുറെ കോംപ്ലിമെന്റ് കിട്ടുന്നുണ്ട്. അതായത് ഒരുപാട് ഭയങ്കര എന്താ പറയാ നമ്മൾ ക്ലോസ് ആയിട്ട് വരുമ്പോഴാണ് ആ സ്മെല്ല് അറിയുന്നത്. പിന്നെ നമ്മൾ ഷിഫ്റ്റിനൊക്കെ പോകുമ്പോഴത്തേനും ഇടക്കൊക്കെ ഞാൻ അടിക്കുന്നത് പോലെ അപ്പൊ ഇങ്ങനെ പറയും ഏത് പെർഫ്യൂം ആണ് കൃഷി. എന്റെ ഒരാൾ ചോദിച്ചിട്ട് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂം. സോ നെക്സ്റ്റ് നെബ്രാസിന്റെ പാക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആരൊക്കെയോ റിവ്യൂ പറഞ്ഞു, അല്ല വൈഷ്ണവ് പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വനില എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് അറിഞ്ഞൂടാ. നല്ല സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. ശരിക്കും അറിഞ്ഞൂടാ. ഈ വാനിലയും ഫ്രൂട്ടി ഒക്കെ ആണെങ്കിൽ എനിക്ക് മനസ്സിലായി. ഈ ടോക്കബീൻ അതൊന്നും എനിക്ക് ടോക്കബീന്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടം. എനിക്ക് അറിയില്ല ടോക്കബീന്റെ സ്മെല്ല്, പക്ഷേ അതിന്റെ സ്മെല്ലാണ്. ഇത് ലാസ്റ്റ് ചെയ്യും, ഇത് കുറച്ച് ഷാർപ്പായിട്ടുള്ള സ്മെല്ലിന്റെ കാറ്റഗറി വരുന്നത്. ഇത് ഗിഫ്റ്റ്, ഇതിന്റെ പാക്കിംഗ് ഒക്കെ നല്ലതായിരുന്നു. ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും ബോയ്സിന് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. യൂണിസെക്സ് വാങ്ങിച്ചാൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും, സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഡോൾച്ചിൻ ഗബ്ബാന. ഇത് ഞാൻ ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല. ഇതിന്റെ എനിക്ക് കിട്ടിയത് 29 pound. ശരിക്കും ഇത് ആമസോണിലൊക്കെ എനിക്ക് 49 pounds ഒക്കെ ഉണ്ട്. ഓഫർ ഒക്കെ വരുമ്പോൾ മേടിക്കാൻ നോക്കാം. നിങ്ങൾ ഇന്ത്യയിലുള്ളവരാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മേടിക്കണ്ട. ഇത് പുറത്തുനിന്ന് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞാൽ 3,000 ഒക്കെ കിട്ടും. നമ്മൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 6,000 7,000 ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ പെർഫ്യൂമും ആ റേഞ്ചിലൊക്കെ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് വരണവരെടുത്ത് പറഞ്ഞു വെച്ചിരുന്നാൽ നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടും. സോ ഇത് വന്നിട്ട് 64 pound ആയി. എനിക്ക് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ എനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സൂപ്പർ ഡ്രഗ് ആണ് മേടിച്ചത്, ബ്ലൂ വാട്ടർ. ഇത് ഒരു ജാസ്മിൻ പോലത്തെ സ്മെല്ലാണ്. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇത് ഡ്രസ്സിലൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഡ്രസ്സ് ഇടാൻ എടുക്കുമ്പോഴും ആ സ്മെല്ല് ഉണ്ടാവും. ഇതും എനിക്ക് അങ്ങനെ കോംപ്ലിമെന്റ് ഒന്നും കിട്ടിയില്ല, പക്ഷേ ഐ ലൈക്ക് ദി സ്മെൽ.
ഒരു ജാസ്മിനാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സ്മെല്ല്. ആൽക്കഹോൾ അത്രയ്ക്ക് സ്മെല് ചെയ്യാൻ പറ്റുള്ള പെർഫ്യൂമാണ് സ്മെല്. നെക്സ്റ്റ് വൺ ഇവിടെ നിന്ന് തുടങ്ങും. ഇത് ഭയങ്കര റോയൽ ബ്ലെൻഡ് സ്മെല്ലാണ്. ഇത് പാക്കേജിംഗ് ആണ്. ഇത് ഫ്രഞ്ച് അവന്യൂടെ പെർഫ്യൂമാണ്. ഫ്രഞ്ച് അവന്യൂ റോയൽ ഫ്രഞ്ച് അവന്യൂ ഇതൊക്കെ ഗിഫ്റ്റിംഗ് ആയിട്ട് കൊടുത്ത ഗിഫ്റ്റ് കിട്ടുന്ന ആള് സന്തോഷിക്കും ഗൈസ്. നമ്മൾ ആ ഒരു പ്രസന്റേഷൻ അടിപൊളി ഒരു ഫീൽ വരും. യൂണിസെക്സ് സ്ട്രോങ്. ഇത് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സ്മെല്ലാണ്. ഭയങ്കര ലാസ്റ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ള പെർഫ്യൂം. ചില സ്മെല്ല് നമുക്ക് സ്മെല് ചെയ്യുമ്പോൾ തന്നെ അറിയാം. ചില പെർഫ്യൂംസ് ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു സ്മെല്ലല്ല, ബട്ട് നല്ലൊരു സ്മെല്ലാണ്. ഇത് എന്ത് സ്മെല്ലെന്ന് പറയാം? ഇതിനകത്ത് നോട്ട് എഴുതിയിട്ടില്ല. നിങ്ങൾ ഇതിന്റെയൊക്കെ പേരടിച്ച് നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ട്സ് ആണോ അതിൽ പറഞ്ഞാൽ മനസ്സിലാവും. ബട്ട് ഇതൊക്കെ ലോങ് ലാസ്റ്റ്, നമ്മൾ കാണിക്കുന്ന എല്ലാ പെർഫ്യൂമും ലോങ് ലാസ്റ്റ് ചെയ്യും. അത് നമ്മൾ അടിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സോ ദിസ് ഇസ് റോയൽ ബ്ലെൻഡ്. നീരോ ആണ് തോന്നുന്നു. ഇത് നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ. ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോ. യു വോണ്ട് റിഗ്രറ്റ്. നിങ്ങൾ പെർഫ്യൂം ഓൺലൈനിൽ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും ഒരു നോട്ട്സ് കിട്ടിയ നോട്ട്സിൽ ഏതൊക്കെയാണ് സ്മെല്ലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലൊക്കെ അതിലുണ്ടോ നോക്കാം. ഇതില്ലാത്താണെങ്കിൽ വേറെ പെർഫ്യൂം നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഓൺലൈനിൽ നമ്മൾ റീൽസ് കണ്ടിട്ട് മേടിക്കുന്നതിന് പകരം അത് ജസ്റ്റ് ഓൺലൈൻ പോയിട്ട് അതിന്റെ നോട്ട്സ് എന്തൊക്കെയാണ് നോട്ട്സ്. ചിലപ്പോൾ അവർക്ക് ആ നോട്ട്സ് ഇഷ്ടപ്പെട്ടായിരിക്കും അവരെ റിവ്യൂ പറയണം. ആ നോട്ട്സ് നിങ്ങൾ മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ട്സ് ഇഷ്ടപ്പെടില്ല. ബിക്കോസ് നിങ്ങളുടെ ടേസ്റ്റ് അല്ല അത്. അപ്പൊ അങ്ങനെ എനിക്ക് ഫ്ലോറൽ ഫ്രൂട്ടി സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടമില്ല. ഇവളാണെങ്കിൽ അങ്ങനത്തെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നോട്ട്സ് വെച്ചിട്ടായിരിക്കും നമുക്കൊരു പെർഫ്യൂം ഇഷ്ടമാണ്. അപ്പൊ ഫസ്റ്റ് ഗോ ഫോർ ദി നോട്ട്സ്. അത് സെർച്ച് ചെയ്തിട്ട് അത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്ന് മാത്രം മേടിക്കാം. അല്ലാണ്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാതിരിക്കുക. നമ്മൾ പറഞ്ഞത് പറഞ്ഞാൽ മേടിക്കാതിരിക്കുക. ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക. അതിന് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ബോഡി മിസ്റ്റ് ആണ്. വിക്ടോറിയ സീക്രട്ട്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. റോഷിത്ത്, താങ്ക് യു. എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നത്. എനിക്ക് കുറെ നാളായിട്ട് വിക്ടോറിയ സീക്രട്ടിന്റെ ഒരു പെർഫ്യൂം വേണമെന്നുണ്ടായിരുന്നു. ഇത് ഞാൻ എപ്പോഴോ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇത് ഗിഫ്റ്റ് മതി എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലിങ്ക് അയച്ചു കൊടുത്തത്. എനിക്ക് ഓർമ്മ പോലും ഇല്ല. അത് കഴിഞ്ഞ് കുറെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് തന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇതിന്റെ സ്മെല്ലൊക്കെ പറയാനാണെങ്കിൽ എനിക്കറിയില്ല. ഒരു ഫ്ലോറൽ വെൽവെറ്റ് പെറ്റൽസ് വിക്ടോറിയ സീക്രട്ട്. ഇത് ലാസ്റ്റ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. അതായത് ഒരുപാടില്ലെങ്കിലും ഒരു നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ലാസ്റ്റ് ചെയ്യും അത്യാവശ്യം. ഇതെനിക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് പോലീസിന്റെ പെർഫ്യൂം. ഇത് മെൻസ് പെർഫ്യൂം ആണ്, പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ട് മേടിച്ചതാണ്. ഇത് എന്താ പറയാ, നോട്ട്സ് സിട്രസി അല്ലേ? ഒരു വാട്ടർ സീ എന്തൊക്കെയോ വാട്ടറിന് സ്മെല്ലില്ല, എന്തൊക്കെയോ ഒരു സ്മെല്ലാണ്. എനിക്ക് എന്താണെന്ന് പറയാറുണ്ട്. നമുക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ അടിക്കാം. ഒരു ഇന്റർവ്യൂ എക്സിക്യൂട്ടീവ് ലുക്കിനൊക്കെ പറ്റിയ സ്മെല്ലാണ്. നമുക്ക് എനിക്കൊരു ഓഫറിന് എന്താ കിട്ടിയല്ലേ വിളിച്ചത്. ഇത് മെൻസ് പെർഫ്യൂം ആണ് ശരിക്കും. നെവർ മൈൻഡ്, നമ്മൾ അത് നോക്കില്ല. നമുക്ക് സ്മെല്ലാണ്. സോ നെക്സ്റ്റ് വൺ നൈട്രോ വൈറ്റ്. ഭയങ്കര കിടിലം പറഞ്ഞു. നിങ്ങള് അത്രയ്ക്ക് പൈസ ഇറക്കി നിങ്ങൾക്ക് മണക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മേടിക്കും. യു വോണ്ട് റിഗ്രറ്റ്. ഇറ്റ്സ് നൈസ്. എന്ത് സ്മെല്ലൊന്ന് വീണ്ടും ചോദിക്കല്ലേ. ഫ്ലോറൽ ഫ്രൂട്ടി വാനില ആ ഒരു കാറ്റഗറിയേ അല്ല, വേറൊരു നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്താൽ മതി. ഈ കാറ്റഗറി അല്ല എന്തായാലും. അപ്പൊ ഈ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ മേടിക്കണ്ട. അല്ലാതെ നിങ്ങൾ ഒരു പ്രത്യേകിച്ച് ഒരു ബോയ്സിനൊക്കെയാണ് നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഉള്ള നമ്മുടെ വീട്ടില് 4-5 ബോയ്സ് ഉണ്ട്, എല്ലാവർക്കും ഈ പെർഫ്യൂം ഇഷ്ടമാണ്. സോ ദിസ് ഇസ് ചിലപ്പോ നല്ല ലാസ്റ്റ് ഗുഡ് പെർഫ്യൂം. നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. റേറ്റ് ഉണ്ട് ഇത്, ബട്ട് അത് ചെയ്യേണ്ട പണി അത് ചെയ്യുന്നുണ്ട്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് പെർഫ്യൂം നിങ്ങൾ നമുക്കതൊരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് പെർഫ്യൂം അപ്ലൈ ചെയ്യേണ്ടത് നമ്മളൊരു വീഡിയോ ചെയ്യാം. അപ്പൊ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇവിടെ വന്ന് ഇങ്ങനെ ഇവരുടെ കൂടെ ഒക്കെ ആയിട്ടാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് വൈഷ്ണവും ഇങ്ങനെ കുറെ പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ശരിയാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് നാട്ടിൽ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ. ഇത് കാണുന്ന പോലെ ഇത് നമ്മൾ കുറച്ച് പെർഫ്യൂംസ് മേടിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് ഈ പെർഫ്യൂം നാട്ടിൽ നമ്മൾ പോകുമ്പോഴായിരിക്കും നമ്മൾ എന്തായാലും ഇത് യൂസ് ചെയ്യണം. അത് നമ്മൾ വന്നു കഴിയുമ്പോൾ ആ സ്മെല്ല് നമ്മൾ അടുത്തടിക്കുമ്പോൾ നമുക്ക് ആ ഓർമ്മകൾ വരും. നമ്മളിങ്ങനെ നാട്ടിൽ ശരിക്കും മെയിൻ ആയിട്ട് പെർഫ്യൂമിന്റെ ഒരു സംഭവം മെമ്മറീസ്. നമുക്കിപ്പോ ചെറുപ്പത്തിലുള്ള സ്മെല്ല് വരെ നമുക്ക് ഇപ്പൊ സ്മെല്ല് ചെയ്ത് ആ ഒരു മെമ്മറി വരും. അപ്പൊ അതാണ് പെർഫ്യൂമിന്റെ ഒരു പ്രത്യേകത. സോ ഇത് വന്നിട്ട് മിൽക്ക് ഷേക്ക് ബബിൾ ടീ ആ ഒരു കാറ്റഗറി. ചെറിയൊരു ഫ്ലോറൽ നോട്ട്സ് ഉണ്ട്, പക്ഷേ ഇത് സെറ്റിൽ ആവും. ഇത് ഫുള്ളി ഫീമെയിൽ പെർഫ്യൂം ആണ്, ഫുള്ളി ഫീമെയിൽ ആണ്. പക്ഷേ അത്യാവശ്യം ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു പ്രാവശ്യം എന്തോ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടും ആ സ്മെല്ല് എന്റെ മേത്തുണ്ടായിരുന്നു. ആ സ്മെല്ല് എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നു. ഓ ദിസ് ഇസ് വെരി നൈസ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ കൊള്ളാം. ഇതെനിക്ക് തോന്നുന്നു 20 pounds 20 poundsനുള്ളിലാണ് ഞാൻ മേടിച്ച 10 ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ഓഫേഴ്സ് ഒക്കെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക, എന്നിട്ട് ഓഫേഴ്സ് വരുമ്പോൾ മേടിക്കാം. ഇതിന്റെയൊക്കെ ഒറിജിനൽ പ്രൈസ് കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. സോ യു ബെറ്റർ വെയിറ്റ് ഫോർ ദി ഓഫേഴ്സ് ആൻഡ് എവരിതിങ്. Next one
നമുക്ക് ഇതെടുക്കാം. അൾറൈ. ഓക്കെ. ഇതൊക്കെ അറബിക്കായതുകൊണ്ട് നമ്മൾ മിക്കതും നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചല്ല, നമ്മൾ അന്ന് വീഡിയോ ചെയ്തായിരുന്നു. നമ്മളെല്ലാം ദുബായിൽ നിന്നാണ്. വൈഷ്ണവിന്റെ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പെർഫ്യൂംസ് കാണാൻ പറ്റും. അപ്പോൾ സോ അതാണ് മെയിനായിട്ട് മേടിക്കുന്നത്. എല്ലാം ഒരു അറബിക് ടച്ച്. ഈ അറബിക് പെർഫ്യൂംസ് എല്ലാം മിക്കത് ലോങ് ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതും സ്ട്രോങ്. ഇതും ഒരു ഊത് ടച്ച്. ഭയങ്കര ഊതല്ല, പക്ഷെ ഒരു നല്ല കൈൻഡ് ഓഫ് ഊത്. ഭയങ്കര ചെറിയ മൈൽഡ് ഒരു ഊത് കൊടുത്തിട്ട് വേറെ എന്തൊക്കെയോ ഒരു അത് നിങ്ങൾ അൾറൈ കുപ്പി നോക്കുക ഗൈസ്. സോ നിങ്ങൾ ഇത് കുപ്പി വെച്ച് സെർച്ച് ചെയ്യോ, പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നോട്ട്സ് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇത് കൊള്ളാം. ഇതും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നൈസ് ആയിട്ടുണ്ട്. നല്ല സ്മെൽ. എനിക്കൊന്ന് ലാസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് കൊള്ളാം. നെക്സ്റ്റ് ഇത് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത് ഇതിന്റെ ശരിക്കും വേറൊരു പെർഫ്യൂം ഉണ്ട്. ലത്തഫ കംറ ഉണ്ട്, കാവ ഉണ്ട്. ഞാൻ മേടിച്ചത് കാവയാണ്. കംറ കുറച്ചുകൂടി ബൂസി ടൈപ്പ് ഓഫ് സ്മെല്ലാണ്. എനിക്കാണെങ്കിൽ ഈ ബൂസി നമ്മൾ ആൽക്കഹോളിക് അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. സോ ഇപ്പൊ നമ്മൾ കുടിക്കാണ്ടിരുന്നിട്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് കൊടുക്കുമ്പോൾ പറയുന്നില്ല കുറച്ച് കുടിച്ചിട്ടാവും. പറയരുതേ. ഇത് ടോപ്പ് പക്ഷേ പാക്കേജിങ് കാണിച്ചെടുത്താ. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ നല്ല പാക്കേജിംഗ് ആണ്. നല്ല ഇതെനിക്കൊന്ന് ഏഞ്ചൽ ഷെയർ എന്ന് പറഞ്ഞ പെർഫ്യൂമിന്റെ ട്യൂബ്, അതായത് അതിന് ഇൻസ്പയർഡ് വന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇതിന്റെ നോട്ട്സ് പറയുന്നത് കോഫി, ബൂസി, പിന്നെ കുറച്ച് വാനില, അങ്ങനെയൊക്കെയുള്ള നോട്ട്സാണ്. ഇതും ഇതേപോലെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. നല്ല ആ ഫസ്റ്റ് ഒരു ആൽക്കഹോളിക് ഒരു ബൂസി സ്മെല്ല് വരും. അത് കഴിഞ്ഞിട്ട് സെറ്റിൽ ആകുമ്പോഴത്തേനും നല്ല കോഫി, നല്ല വാനില കൂടി ഒരു സ്മെല്ലാണ്. അടിപൊളി സ്മെല്ലാണ്. ഇത് നിങ്ങൾക്ക് ഇത് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ നല്ലതാണ്. ഇത് യൂണിസെക്സ് അല്ലേ? യൂണിസെക്സ് ആണ്. അത് യൂണിസെക്സ് ആണ്. ഇതെനിക്ക് ഇത് ഒരുപാട് പേര് ഇങ്ങനെ റിവ്യൂ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചാണ്. അടിപൊളി സാധനമാണ്. ഞാനും പറയുന്നത് അടിപൊളിയാണ്. നെക്സ്റ്റ് വൺ ഖൈദൽ ഫസാൻ. ഇതിന്റെ ബ്ലാക്ക് നമ്മളൊരു വീഡിയോ ചെയ്യാൻ അതിന് ഓൾറെഡി പെട്ടിയിൽ വെച്ചു. സോ ഇത് അതിന്റെ വൈറ്റ്. ഇതും കൊള്ളാം. ഇതിന്റെ ബോക്സ് ഓക്കെ. ഇതും നല്ല സ്മെല്ലാണ് ഗൈസ്. നന്നായിട്ട് മടക്കാൻ നല്ല സ്മെല്ലാണ്. ഒരു ചെറിയൊരു ഊതിന്റെ നോട്ടുണ്ട്. പിന്നെ സ്മെല്ല് ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ലാണ്. സോ ദാറ്റ് ഇസ് ദാറ്റ്. ഇത് കൊള്ളാം. ഇത് യൂണിസെക്സ് ആണ്. സോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ലോങ് ലാസ്റ്റിംഗ് ആണ്. വീണ്ടും ഇറ്റ്സ് ഓൾ ലോങ് ലാസ്റ്റിംഗ്. നമ്മൾ ലോങ് ലാസ്റ്റിംഗ് നമ്മൾ പറയും. ഇത് പെർഫ്യൂം ഇപ്പം മേടിച്ച കുറച്ച് ഞാനിത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. നമ്മൾ ഓൾറെഡി ഷോപ്പിൽ നിന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. CK in 2U ആ പെർഫ്യൂമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ ഗേൾസ് പെർഫ്യൂം ആണ് അല്ലേ? സോ ഏതെങ്കിലും എന്റെ കസിൻസിനോ ആർക്കെങ്കിലും കൊടുക്കാൻ മേടിച്ചാണ്. നിങ്ങൾ ആരും ഈ വീഡിയോ കണ്ട് വിചാരിക്കുന്നത് നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ. അപ്പൊ എന്റെ ഒരു മാംസിന്റെ കണക്കാക്കിയാണ് ഞാൻ മേടിച്ചത്. ആ പേടിയിൽ ഞാൻ കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും വിട്ട് പറയുന്നു. അതന്നെ അപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും കൊടുത്തു വരുമ്പോൾ ആർക്കാണോ മിച്ചം കൊടുക്കില്ലാത്തത് അവർക്ക് കിട്ടും അത്. നെക്സ്റ്റ് ഈസ് ഫ്രഞ്ച് അവന്യൂടെ തന്നെ. ഇത് ഫ്രഞ്ച് അവന്യൂടെ ആയിരുന്നേ. ഇത് ഫ്രഞ്ച് അവന്യൂടെ പാക്കേജിംഗ് ആണ് അടിപൊളിയായത്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ വെച്ചേക്കുന്നത് വെൽവെറ്റ് ടച്ച്. ഇത് പക്ഷേ എനിക്ക് സ്മെല്ല് വലിയ ഇതായിട്ട് തോന്നില്ല. എനിക്ക് ഊത് ടൈപ്പ് സ്മെല്ല്. ഇത് കൂടുതൽ ഭയങ്കര ഊതിന്റെ ഒരു കുത്തുള്ള സ്മെല്ലാണ്. ഈ ശരിക്കും പറഞ്ഞാൽ താതുമാരൊക്കെ നടന്നു പോകുമ്പോൾ ഒരു ഊതിന്റെ അത്തറിന്റെ സ്മെല്ല് സ്മെല്ല് ആ സ്മെല്ലാണ്. ഒരു തട്ടമൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ചു പോകുമ്പോ അങ്ങനത്തെ ഒരു ഫീലില്ല. ആ ഒരു വളം. ഇതും നമ്മളിങ്ങനെ ഗിഫ്റ്റ് എങ്ങനെ കൊടുക്കാൻ വെച്ചിട്ടിരിക്കാനാണ് അറിയില്ല. ഇത് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ആരും വിചാരിക്കണ്ട കിട്ടും. നമുക്കെന്നെ അറിയില്ല നമ്മളിങ്ങനെ ഇത് അങ്ങനെയൊക്കെ കുറച്ച് 2-3 പേർക്ക് മേടിച്ചിട്ടുള്ളൂ. സോ അപ്പൊ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ അയ്യോ ഇവർക്കൊന്നും വാങ്ങിച്ചില്ലല്ലോ അങ്ങനെ വിചാരിക്കുന്നവർക്ക് നമ്മളിതൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അവസ്ഥ. നെക്സ്റ്റ് ഫ്രഞ്ച് അവന്യൂടെ എസൻസ്. ഇതും നല്ല പാക്കേജ്. ഇതിന്റെ സ്മെല്ല് പറയുകയാണെങ്കിൽ ഞാൻ പറയാം ഷവർ ജെൽ. ഒരു ഫ്രഷ് എന്താ പറയുക, നമ്മൾ കുളിച്ചിറങ്ങുമ്പോൾ ഉള്ള ആ സ്മെല്ല് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഒരു ഷവർ ജെൽ ടൈപ്പ് ഓഫ് ഒരു ഫ്രഷ് സ്മെല്ല്. ഇത് എന്താ പറയാ, ഇതും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. ഇത് യൂഡി പെർഫ്യൂമാണ്. ബട്ട് സ്റ്റിൽ ഇത് ലാസ്റ്റ് ചെയ്യും. ഒരുപാട് ഭയങ്കര ടൈം അല്ലെങ്കിലും ഒരു 10 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും. ഇതാ അടിച്ചടിച്ചടിച്ച് ഞാൻ ഒരു വഴിയാക്കിയ പെർഫ്യൂമാണ്. ഇതാണ് അഹമ്മദ് അൽ മഗ്രിബി ആണോ? അഹമ്മദ് കാഫ് ആണോ? ഓക്കെ. ഇതാണത്. കുപ്പി കണ്ടിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നീ ഗൂഗിളിലൊക്കെ നോക്കുമ്പോ ഇത് എന്ത് സ്മെല്ലാണെന്ന് പറഞ്ഞോട്ടാണ്. അതെന്ത് ഫ്ലോറൽ എന്തോ ഒരു സ്മെല്ലാണ് ഗൈസ്. പക്ഷേ അറിയില്ല. ലോങ് ലാസ്റ്റ് ചെയ്യും, സ്മെല്ല് നിൽക്കും. അതുകൊണ്ട് ഞാൻ അടിക്കുന്നു. എന്റെ ടൈപ്പ് ഓഫ് സ്മെല്ല് വീട്ടിലൊക്കെ അടിക്കും ഞാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പെർഫ്യൂം എല്ലാം തീർക്കണ്ടേ. അപ്പൊ നമ്മൾ വീട്ടിലും അടിക്കും, എവിടെയും പോയാലും അടിക്കും.
ദിസ് വാസ് അറൌണ്ട് 5 pounds 6 pounds that's it. പക്ഷെ ഇതിന് 50 ml ഉണ്ട്. ഇവിടെ നമ്മൾ 7 പേരുണ്ട്, 7 പേർക്ക് 7 വേണം സുഗന്ധം പരത്തി നമ്മൾ ഈ ഫ്ലാറ്റ് നടക്കും. അപ്പോൾ ഈ സ്മെൽ ഇതെന്ന് പറയുന്നത് ചോക്കോമസ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ചോക്ലേറ്റ് വനില എല്ലാം കൂടി കൂടിയൊരു സ്മെല്ലാണ്. പക്ഷേ ഇതിന്റെ കളർ വൃത്തിയുടെ കളറാണ്. ഇത് വൈറ്റിലടിച്ച് ഈ കളർ വരും. അതുകൊണ്ട് എനിക്ക് വൈറ്റിലടിക്കുന്നത് ഇഷ്ടം. കളർ വരുന്ന ഞാൻ വിചാരിച്ച കളർ വരില്ല, പക്ഷേ വരും. അൽ റിഹാബ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. പക്ഷേ നല്ല പെർഫ്യൂമാണ്. നമുക്ക് ബോഡി മിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ലാസ്റ്റിംഗ് ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ലോങ് ലാസ്റ്റിംഗ്, സോ നെവർ മൈൻഡ്. നെക്സ്റ്റ് ഇസ് അർമാനി എക്സ്ചേഞ്ച് യു. സോ അർമാനി എക്സ്ചേഞ്ചിന്റെ പെർഫ്യൂം ആണ്. ഇതിന്റെ സ്മെല്ലും ഇത് യൂണിസെക്സ് ആണ് ഗൈസ്. പക്ഷെ സ്മെല്ല് കൊള്ളാം. നമ്മൾ എന്നും ഡെയിലി ഫ്രൂട്ടി ഫ്ലോറൽ അല്ല, ബട്ട് ഈ സ്മെല്ല് എന്നും ഇവിടെ വീട്ടിൽ കാണും. ഏത് വഴി പോയാലും ഈ സ്മെല്ല് അടിക്കും. ഇതെന്ന് വർക്കിനൊക്കെ ഇട്ടിട്ട് പോകാം. നല്ല ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂമാണ്. പിന്നെ ഒന്നാമത് നമ്മൾ ഇവിടെ സ്വെറ്റ് ചെയ്യണില്ല. അപ്പൊ നമ്മൾ ഒന്നാമത് അതാണ് മെയിൻ സംഭവം. ഇവിടെ നമ്മൾ സ്വെറ്റ് ചെയ്യാം. ഇവിടെ സ്വെറ്റ് ചെയ്യാത്തതുകൊണ്ട് മെയിൻ ആയിട്ട് എല്ലാ പെർഫ്യൂമും ലാസ്റ്റ് ചെയ്യും. ഇത് നാട്ടിൽ വരുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്താണെന്നോ ഓക്സിഡൈസ് ആവുമെന്നൊന്നും നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ ഇത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ അർമാനി എക്സ്ചേഞ്ച് യു. നെക്സ്റ്റ് ഇതൊരു ബോഡി മിസ്റ്റ് ആണ്. നെക്സ്റ്റ് ഇതൊരു ബോഡി മിസ്റ്റ് ആണ്. ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് മേടിച്ചാണ്. വാം വനില ഷുഗർ. ഇത് ഞാൻ ഒരുപാട് കാലം മേടിച്ചത് തീർന്നിട്ടില്ല ഇതുവരെയായിട്ടും. 236 ml ഉണ്ട്. വനില ജസ്റ്റ് അടിക്കുമ്പോൾ സ്മെല്ലേ ഉള്ളൂ. 2 hours ഒക്കെ നിന്നാ ഇന്നത്രേ ഉള്ളൂ. ഞാൻ ഇത് വീട്ടിലടിച്ചു കിടക്കുന്നതാണ്, പുറത്തടിക്കാറില്ല. കാരണം ഇത് ലാസ്റ്റിംഗേ ഇല്ലാത്തതുകൊണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ലെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു ലോഷനൊക്കെ ഇട്ടിട്ട് ഇത് അടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ടൈപ്പ് ഓഫ് സ്മെല്ല് വരുന്നത് വെച്ചിട്ട് അടുത്ത് നമുക്ക് അടിച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അല്ലാണ്ട് ലെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഇത് അടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. സ്മെല്ല് ലാസ്റ്റിംഗ് ഇല്ല. സോ ഇത് ഗേൾഡ് പെർഫ്യൂം സ്റ്റൈലിഷ് ഗേൾ. ഇത് ഞാൻ ലിഡിൽ നിന്ന് മേടിച്ചൊരു ചെറിയ പെർഫ്യൂമാണ്. 5 pounds ഉള്ളൂ. പക്ഷേ ഇതിന്റെ ലാസ്റ്റിംഗ് നല്ല സ്മെല്ലാണ്. റേഞ്ചില് 5 poundsന് ഇത് പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഷിഫ്റ്റിന് പോകുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് പുറത്ത് പോകുമ്പോഴൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ട് തോന്നാൻ നല്ല പെർഫ്യൂം. ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു പ്രൊജക്ട് എടുക്കുന്ന സ്മെല്ലാണ്. പക്ഷേ ഓവർ ടൈം അതിങ്ങനെ ഭയങ്കരമായിട്ട് സറ്റിലാവും. അതുകൊണ്ട് നല്ല സ്മെല്ലാണ്, നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. സോ ദിസ് ഇസ് ഗുഡ്. നെക്സ്റ്റ് എല്ലയുടെ പെർഫ്യൂം. ബാധ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് കഴിച്ചു ആകെ ചവറാവുകയാണ്. എനിക്കറിയാം ചിരിക്കാനും പറ്റില്ല. ഞാൻ അഭിനയിച്ചാണ് കുറച്ച് നേരം കൊണ്ടിരിക്കുന്നത്. എല്ലയുടെ പെർഫ്യൂം. സോ ഇതും 10 pounds ഉള്ളൂ. ഇച്ചിരി ഉള്ളൂ, ബട്ട് 10 pounds ഉള്ളൂ. നിങ്ങൾക്ക് ട്രാവൽ സൈസ് ആണ്. എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇതിന്റെ ഒരു വേറൊരു വൈറ്റ് വേർഷൻ ഉണ്ട്. അൺബോക്സിംഗ് ഉണ്ടത്. ബാബുവിന് കൊറിയർ വന്നിട്ടുണ്ട്. നമുക്ക് അത് ചെയ്യാം. ഇതിന്റെ വൈറ്റ് വേർഷൻ ഉണ്ട്. അതാണ് ഞാൻ കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്യുള്ളൂ. ബിക്കോസ് ഇത് ഫ്ലോറൽ ആണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന മണമാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ലല്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ല് കുറച്ചുകൂടി അതാണ്. അത് അത്യാവശ്യം ലാസ്റ്റിംഗ് ഉണ്ട്. അതിന്റെ സ്മെല്ല് കുറച്ചുകൂടി മാസ്കുലിൻ സ്മെല്ലാണ്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഞാനത് യൂസ് ചെയ്യാം. വീട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളാം. സോ നമ്മൾ ഏകദേശം നല്ല പെർഫ്യൂംസ് ഒക്കെ കവർ ചെയ്താ. ഇതും അതേപോലെ പ്ലമ്മിന്റെ ഇത് എനിക്ക് വാനില മേടിക്കണമെന്നായിരുന്നു. ഞാൻ ഇതാ മേടിച്ചത്. ഇതും ഫ്ലോറൽ റോസ്. ഇതൊക്കെ നാട്ടിൽ വെച്ച് മേടിക്കണം എന്തോരം കൊതിച്ചിട്ടുണ്ടെന്നാ. ഇത്രയും നല്ല റേറ്റ് ഒന്നുമില്ല. 200. ഇതിന്റെ ഇതൊക്കെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഒന്ന് വാങ്ങിക്കാൻ പറ്റിയെങ്കിൽ 25 കൊതിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. നാട്ടിൽ പോയിട്ട് വേണം. പിന്നെ ഞാൻ നാട്ടിൽ മേടിച്ചൊരു പെർഫ്യൂമാണ് മയോ. ഇത് ലുലുവിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇത് ലാസ്റ്റ് ചെയ്യണ അത്ര എനിക്ക് ഒരു പെർഫ്യൂം ഇന്നേ ലാസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് അടിച്ചു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് കഴുകിയാലും എപ്പോഴും ആ സ്മെൽ ഉണ്ടാവും. എത്ര ഭയങ്കര 1300 അങ്ങനെ എന്തോ. പക്ഷേ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണ്. എനിക്ക് കസ്റ്റമൈസ് എന്റെ ചോദിച്ചു ഇങ്ങനത്തെ ടൈപ്പ് സ്മെല്ലാണ് വേണ്ടത്. അപ്പൊ എനിക്കറിയില്ല. ഞാനപ്പോ ഇങ്ങനെ അന്ത വിട്ടത്. എനിക്ക് അങ്ങനെ പെർഫ്യൂമിനെ പറ്റി വലിയ നോളജ് ഒന്നും ഇല്ലാത്ത ടൈം. ഞാൻ അന്ത വിട്ടുന്നത് എനിക്കറിയില്ല. 54 സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മളുടെ വലിയൊരു കുടുംബത്തിനാണ് ഇവ പരിക്കേൽപ്പിക്കുന്നത്. അപ്പൊ എന്റെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഡോ മൈൻഡ്. അപ്പൊ അവര് ഇങ്ങനെ കുറച്ച് പെർഫ്യൂംസ് അവിടെ ഇരുന്നത് എനിക്ക് സാമ്പിൾ കാണിച്ചു. അപ്പൊ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണിത്. അപ്പൊ അങ്ങനെ എടുത്താണ്. അപ്പൊ ഞാൻ അടുത്ത ലുലുവിൽ പോകുമ്പോൾ ട്രൈ ചെയ്യാം. ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി ലാസ്റ്റിംഗ്. യു കൻ ട്രസ്റ്റ് മീ ഓൺ ദിസ് വൺ. നെക്സ്റ്റ് ഇത് പറഞ്ഞു. ഇത് മരാജ് ലണ്ടൻ. ഇത് എക്സ്ട്രാ ഡേ പെർഫ്യൂമിന്റെ കാറ്റഗറിയിലുള്ളതാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഖൈദൽ ഫുർസാന്റെ എക്സ്ട്രാ ഡേ പെർഫ്യൂമാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് എന്തായാലും ടോപ്പ് ഇല്ലാതെ ലാസ്റ്റ് ചെയ്യും. ഇതിന്റെ സ്മെല്ല് പറയാൻ എനിക്കറിയാം. വളരെ ചെറിയൊരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്. പക്ഷെ ഭയങ്കര ഊതല്ല. ഇതും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമായിരിക്കും. എന്റെ കൈൻഡ് ഓഫ് സ്മെല്ല് അല്ല. ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമായിരിക്കും. നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. നല്ലതൊക്കെ കവർ ചെയ്തു ഗൈസ്. ഇതൊരു നല്ല ലോങ് വീഡിയോ ആയി പോകുന്ന എനിക്ക് ഡൗട്ട് ഉണ്ട്. നമ്മളെല്ലാം കവർ ചെയ്തു. സോ that's it. സോ നിങ്ങൾക്ക് നമ്മൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. ഞാനാണ് എഡിറ്റർ. അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എല്ലാത്തിനും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അത് എടുത്തിട്ട് നിങ്ങളെ നോട്ട്സ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ട്സ് ആണോ എന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക. അതുമല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പുറത്തുനിന്ന് പറഞ്ഞവരടുത്ത് മേടിച്ചുകൊണ്ട് വരാൻ പറയാം. ഇന്ത്യയിലുള്ളവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊന്ന് ഈ 300 രൂപയുടെ പെർഫ്യൂം വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല ഇന്ത്യയിൽ വെച്ച്. അതുകൊണ്ട് നിങ്ങൾ പുറത്തുള്ളവരടുത്ത് മേടിച്ചുകൊണ്ട് വരാൻ പറയാം. ആഴ്ചയുടെ ബന്ധുക്കൾ എന്റെ അടുത്ത് ആരും പറയുന്നത്.
ഇപ്പോഴേ നമ്മൾ നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്തിട്ട് തുടങ്ങിയിട്ടും നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങിയതാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴേ ഓൾറെഡി പെട്ടിയൊക്കെ ഫുള്ളായി വെയിറ്റ് കൂടിയിരിക്കുകയാണ്. 47 കിലോ നമുക്ക് 49 കിലോ. താങ്ക് യു. 49 7 ക്യാബിൻ ബാഗും എക്സ്ട്രാ എക്സ്ട്രാ 40 plus 7 plus carry bag 2 kg. അതന്നെ എനിക്ക് ഇതെല്ലാം കവിഞ്ഞ് ഈ 49 കിലോ കഴിഞ്ഞ് ഇനി ഒരു 10 കിലോ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതിന് കാർഗോ വഴിയാണ് അയക്കാൻ. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. സോ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ എടുത്ത് നോക്കാം. ഡിഎംഎസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ നമ്മൾ രണ്ടുപേരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇതും ഹാൻഡിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ നോട്ട്സ് ഒക്കെ ചോദിക്കാൻ ആഴ്ചക്ക് മെസ്സേജ് അയക്കാം, എനിക്കറിയാമെങ്കിൽ ഞാനും പറഞ്ഞുതരാം. ഏറ്റവും നല്ലത് നിങ്ങൾ ഒരു എന്താ പറയാ ഒന്നെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ പെർഫ്യൂംസിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ടു യൂട്യൂബ് ആൻഡ് സെർച്ച് ഫോർ ഇറ്റ്. അപ്പൊ അതിന്റെയൊക്കെ റിവ്യൂ കാണും. അപ്പൊ നിങ്ങൾക്ക് അവർ പറയും, അതായത് ഓരോന്നിന്റെ നോട്ട്സ് പറയും. അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പറ്റിയ നോട്ടാണോ? നമ്മളിതെല്ലാം ജെന്യൂൻ ആയിട്ടാണ് പറഞ്ഞത്. നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമുക്ക് ആയിട്ടുള്ള എല്ലാമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ, ഇഷ്ടപ്പെടാത്ത പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അതൊക്കെ നമ്മളായിട്ട് മാറ്റി വെച്ചേക്കാണ്. ഇതെല്ലാം ഇഷ്ടപ്പെട്ട പെർഫ്യൂംസ് മാത്രമേ ഇവിടെ ഉള്ളൂ അധികം. സോ യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു കൻ DM us ഓർ കമന്റ്. നമ്മൾ ആദ്യം ഇപ്പൊ പിച്ച് വെച്ച് വരുന്ന യൂട്യൂബേഴ്സ് ആണ്, കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ പറയണില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ടിപ്സ് ആൻഡ് ട്രിക്സ് യെസ്, ഓൾവേസ് വെൽക്കം. അതൊക്കെ പറയാം, സജഷൻസ് പറയാം. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾ ഒരു 3 വീഡിയോ ഇട്ടതിൽ 50 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലുതാണ്. ഇത്ര അതിൽ 20 പേരായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയാമെന്നുള്ളത്. 30 പേര് നമ്മൾ ഒന്നും അറിഞ്ഞുകൂടാതെ 20 പേരുണ്ടല്ലോ എന്ന് വിചാരിച്ച് സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കും. സോ അവർക്ക് എല്ലാവർക്കും താങ്ക്സ്. സോ താങ്ക് യു. നമ്മൾ ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇനി ആയിഷ് നാട്ടിൽ പോണതും ഞാൻ നാട്ടിൽ പോവാനിരിക്കുന്നതും പാക്കിങ്ങും എല്ലാത്തിന്റെയും വീഡിയോസ് വ്ളോഗ്സ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ടിൽ ദെൻ ബൈ.